T test, Z test കഴിഞ്ഞു. Chi-square test. Chi-square test is a non-parametric test. Non-parametric test എന്ന് പറയുമ്പം പാരാമീറ്ററിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടാവില്ല. പാരാമീറ്റർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പോപ്പുലേഷന്റെ മീനോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ ഒന്നും അതിൽ പരാമർശിക്കുന്നുണ്ടാവില്ല. അപ്പൊ പോപ്പുലേഷനെ കുറിച്ച് യാതൊന്നും പരാമർശിക്കുന്നില്ലെങ്കിൽ ആ ടെസ്റ്റിനെ നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയും. ഇനി ആ Chi-square ടെസ്റ്റ് എന്തിനാ യൂസ് ചെയ്യുന്നത്? രണ്ട് ആട്രിബ്യൂട്ട്സ് തമ്മിൽ അസോസിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനും, ദെൻ അഥവാ ഇൻഡിപെൻഡന്റ് ആണോ, ഈ ആട്രിബ്യൂട്ട്സ് ഇൻഡിപെൻഡന്റ് ആണോ എന്ന് മനസ്സിലാക്കാനാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ Chi-square ടെസ്റ്റിന്റെ ഉപയോഗം എന്താണ്? Chi-square ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി the association of attributes or independence of attribute. Association of attributes അല്ലെങ്കിൽ independence of attributes സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് Chi-square ടെസ്റ്റ്. അപ്പം അതായത് രണ്ട് ആട്രിബ്യൂട്ട്സ് തമ്മിൽ അസോസിയേഷൻ ഉണ്ടോ അതോ അവർ രണ്ടും ഇൻഡിപെൻഡന്റ് ആണോ, ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ് Chi-square ടെസ്റ്റ്. ഇത് കൂടാതെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനും Chi-square ടെസ്റ്റ് യൂസ് ചെയ്യുന്നു. ഒക്കെ നമുക്ക് പുതിയ ഐഡിയ ആണ്. ഏതൊക്കെ തമ്മിലുള്ള ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനും Chi-square ടെസ്റ്റ് യൂസ് ചെയ്യുന്നു. It is also used to study the difference or divergence between actual frequencies and expected frequencies. അപ്പം ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആക്ച്വൽ ഫ്രീക്വൻസി, നമ്മൾ കണ്ടെത്തുന്ന ഡേറ്റ, അതാണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. ദെൻ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓർ തിയറട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുന്ന നമ്മൾ കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും തിയറട്ടിക്കൽ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനും അസോസിയേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് മനസ്സിലാക്കാൻ, ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ് മനസ്സിലാക്കാനൊക്കെയാണ് Chi-square യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ഒന്നുകൂടെ നമുക്ക് അസസ് ചെയ്തു നോക്കിയേ. അപ്പൊ Chi-square ടെസ്റ്റ് എന്ന് പറയുന്ന ഇറ്റ് ഈസ് എ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ക്ലിയർ ആയ എന്താണ്? പാരാമീറ്റേഴ്സിനെ കുറിച്ച് പരാമർശിക്കാത്ത ടെസ്റ്റ് ആണത്. അതെന്താണ് അതിന്റെ യൂസ്? ഇപ്പൊ Chi-square ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി the association between attributes or independence of attributes. It is also used to study the divergence between observed frequency or actual frequency and expected frequency or theoretical frequency. In most cases, we are following sampling studies. Means studies are conducted on the basis of sample. In sampling studies, there is some difference between observed frequency and expected frequency. അല്ലേ, നമ്മൾ സാമ്പിളിനെ ബേസ് ചെയ്താണ് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. കാരണം പോപ്പുലേഷനെ ബേസ് ചെയ്ത് സ്റ്റഡി കണ്ടക്ട് ചെയ്താൽ നമുക്ക് ടൈം കൺസ്യൂമിങ് ആണ്, ടൈം ഒരുപാട് വേണം, എക്സ്പെൻസീവ് ആണ്. അതൊക്കെ കൊണ്ട് പൊതുവേ നമ്മൾ സാമ്പിൾ സ്റ്റഡിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ സാമ്പിൾ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും കൂടി സെയിം ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. There is some difference between expected frequency and actual frequency. But if there is no difference between observed frequency and expected frequency, value of Chi-square is 0. ഇപ്പൊ Chi-square 0 ആണെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആക്ച്വൽ ഫ്രീക്വൻസി തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. ഓക്കെ, ഇഫ് there is difference between observed frequency and expected frequency, the value of Chi-square is more than 0. Okay,
ഇതാണ് chi-square ടെസ്റ്റിന്റെ യൂസും അതിന്റെ നമ്മളെ കണ്ടെത്തിയ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആക്ച്വൽ ഫ്രീക്വൻസി കണ്ടെത്തിയേ ചെയ്യാൻ പറ്റൂ. അപ്പോഴുള്ള കൺക്ലൂഷനും ഇതാണ്. ഇനി നമുക്ക് അതിന്റെ ടെസ്റ്റിംഗ് പ്രൊസീജിയറിലോട്ട് പോകാം. ടെസ്റ്റിംഗ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ 1, sets up the null hypothesis. The research 0, 2 attributes are independent. അത് മാറരുത്, അത് തന്നെ ആയിരിക്കണം കൊടുക്കുന്ന ഹൈപ്പോത്തിസിസ്. That is, they are not associated. നമ്മൾ എടുക്കുന്ന attributes associated അല്ല എന്നുള്ളതാണ് നമ്മുടെ null hypothesis. അപ്പൊ അസോസിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റരുത്. അപ്പം then second step, value of chi-square കണ്ടെത്തുക. Find the value of chi-square by using the formula. chi-square കാണാൻ ഒരു ഫോർമുല നമ്മൾ ഓർത്തിരുന്നാൽ മതി. സിഗ്മ O minus C the whole square divided by E. അപ്പൊ ആ സിഗ്മ എന്ന് പറയുന്ന കോമൺ ആയിട്ട് കിടക്കുകയാണ്. O minus C the whole square divided by E. But here O is equal to, O is equal to observed frequency. Observed frequency എന്താണ്? Actual frequency. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റ. E is equal to expected frequency. Expected frequency of a particular cell. അപ്പോൾ ഓരോ വാല്യൂം നമ്മൾ ടേബിൾ ആയിട്ട് ഇട്ടേക്കുമ്പോൾ, ടേബിൾ എന്ന് പറയുമ്പം കോളം വൈസ് ആയിട്ടും റോ വൈസ് ആയിട്ടും ഡേറ്റ അറേഞ്ച് ചെയ്തിരിക്കുമ്പോൾ ഓരോ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയുടെയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് R into C by N. R capital letter, C capital letter by N capital letter. ഇത് E കാണാനുള്ള ഫോർമുല R into C by N. എന്താണ് R? റോ ടോട്ടൽ. സാധാരണ നമ്മൾ റോയ്ക്ക് സ്മോൾ ലെറ്റർ ആർ ആ യൂസ് ചെയ്യാറുള്ളത്. ഇവിടെ എന്താ ക്യാപിറ്റൽ ആർ എടുത്ത്? റോ ടോട്ടൽ. സിയും ക്യാപിറ്റൽ സി ആണ് കോളം ടോട്ടൽ. കോളം ടോട്ടൽ. N ഗ്രാൻഡ് ടോട്ടൽ. N ഗ്രാൻഡ് ടോട്ടൽ. അപ്പം ഓരോ റോ ടോട്ടലിനെയും കോളം ടോട്ടൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയോ തിയററ്റിക്കൽ ഫ്രീക്വൻസി കിട്ടുന്നത്. ഓക്കെ, ഇനി ആ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ വി ഗെറ്റ് chi-square വാല്യൂ. ഇനി നമ്മൾ ടേബിൾ വാല്യൂ കാണണം അല്ലെ? ടേബിൾ വാല്യൂന്റെ chi-squareന്റെ വാല്യൂ കാണുന്നതിന് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടെത്തണം. ഓക്കെ, ഇപ്പൊ ഡിഗ്രി ഓഫ് ഫ്രീഡം, ഇപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ഔട്ട് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള ഫോർമുല C മൈനസ് 1 ഇൻറ്റു R മൈനസ് 1. ഇപ്പൊ C മൈനസ് 1, C എന്ന് പറയുന്ന നമ്പർ ഓഫ് കോളംസ്, R എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ്. അപ്പൊ അവിടെ എല്ലാം സ്മോൾ ലെറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം C സ്റ്റാൻഡ്സ് ഫോർ നമ്പർ ഓഫ് കോളംസ് and R stands for number of rows. Okay, അപ്പം C minus 1 into R minus 1 ആണ് degree of freedom. Next, decide the level of significance. Next step, decide the level of significance. അത് നേരത്തെ പറഞ്ഞതാണ്, അത് ഒരു വ്യത്യാസവും ഇല്ല, അതുകൊണ്ട് നമ്മൾ അവിടെ നോട്ട് ചെയ്തില്ല എന്നേ ഉള്ളൂ. അപ്പൊ എന്താണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്? 10%, 5%, 1%. അല്ലേ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നോർമലി വി ടേക്ക് 5%. അതെല്ലാം നേരത്തെ പഠിച്ചതുപോലെ തന്നെ. ദെൻ അപ്പം ടേബിൾ വാല്യൂ കിട്ടി, അല്ല കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടി, ദെൻ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കണ്ടു, ദെൻ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടെത്തി. ഇനി നമ്മൾ കാൽക്കുലേറ്റഡ് ടേബിൾ വാല്യൂ കണ്ടെത്തുക. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ഔട്ട് ദ ടേബിൾ വാല്യൂ. ഇപ്പൊ ടേബിൾ വാല്യൂ കണ്ടെത്തണം. അപ്പൊ നമുക്ക് ഈ ടിയുടെ ഇസഡിന്റെയും ടേബിൾ പോലെ തന്നെ chi-squareനും ഒരു ടേബിൾ ഉണ്ട്. അപ്പൊ അതിലെങ്ങനെയാ നമ്മൾ കണ്ടത്? ഡിഗ്രി ഓഫ് ഫ്രീഡം ഫസ്റ്റ് കോളത്തിൽ എടുക്കും,
ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഹൊറിസോണ്ടൽ ആയിട്ട് എടുക്കും, എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ കണ്ടെത്തും അല്ലേ? അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ടേബിൾ വാല്യൂ കണ്ടെത്തിയിട്ട് ഫൈനൽ സ്റ്റെപ്പ് എന്താണ്? ടേക്ക് ഡിസിഷൻ ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ദ നൾ ഹൈപ്പോത്തിസിസ് അല്ലേ? അതിൽ സ്റ്റെപ്പിൽ ഒരു മാറ്റവും ഇല്ല. എങ്ങനെയാ? നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂയും ടേബിൾ വാല്യൂയും കൂടി കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് if calculated value is less than the table value, accept the null hypothesis. If calculated value is greater than the table value, reject the null hypothesis. അപ്പോൾ അതിലൊന്നും ഒരു മാറ്റവും ഇല്ല അല്ലേ? null hypothesis പ്രത്യേകം ശ്രദ്ധിക്കുക, ഇക്വേഷൻ ശ്രദ്ധിക്കുക. ബാക്കി പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെ കാണുന്നതിന് സെപ്പറേറ്റ് ഫോർമുലയുണ്ട്, C-1 × R-1. പ്രോബ്ലത്തിലോട്ട് പോയിക്കൂടെ ഇനി?